മുഖം നിറം വയ്ക്കാനായിട്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വെയിലേറ്റ് കരിവാളിച്ച് സ്കിൻ ഒട്ടും തന്നെ കെയർ ചെയ്യാണ്ട് നടന്നിട്ട് നന്നായിട്ട് ടാനായി ഡാർക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് കരിവാളിപ്പൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിന്നിന് ശരിക്കുള്ള തിളക്കം, ശരിക്കുള്ള നിറം അതിലോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ. അത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല, അത് വളരെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും ഇത് മുഴുവൻ നിങ്ങൾ കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് വേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ ആഫ്റ്റർ കെയർ എന്താണ്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകിയിട്ടുള്ളത്, സോ ഏതാണോ നിങ്ങളുടെ ഫേസ് വാഷ് അത് വെച്ച് നന്നായിട്ട് മുഖം ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് റിമൂവ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാ കുട്ടികളും ഭയങ്കര സ്മാർട്ടാണ്, അതുകൊണ്ട് എല്ലാവർക്കും അതറിയായിരിക്കും. സോ നമുക്കിവിടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ബാങ്ക്സ് ഒക്കെ പോലത്തെ മുടി മുഖത്ത് കിടക്കണുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങളൊന്ന് ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഹെഡ് ബാൻഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ മുടിയൊക്കെ ഒതുങ്ങിയിരിക്കും. കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ റാൻഡമായിട്ട് വന്നതാണ് ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ. അത് ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ചന്ദനം നിങ്ങൾക്ക് എത്ര നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. നിങ്ങൾക്ക് എന്താണോ വാങ്ങാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് വാങ്ങാം. മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചന്ദനമായിരിക്കണം എന്നേ ഉള്ളൂ. ആപ്സ് ഗുഡ്നെസ്സിൻ്റെയൊക്കെ ചന്ദനത്തിൻ്റെ പൊടി അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാനായിട്ട് വിട്ടുപോയി, ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്ത് ഇതിപ്പോൾ ഇതങ്ങ് താഴെ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് തീരുമ്പം ഞാൻ പുതിയതൊരെണ്ണം റിസർച്ച് ചെയ്തിട്ട് ഓൺലൈനിൽ കിട്ടുന്നത് ഞാൻ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് എനിക്ക് ലിങ്ക് ടാഗ് ചെയ്ത് തരാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അത് ഞാൻ ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പാലാണ്. സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. കാര്യം അത്രമാത്രം എഫക്റ്റീവാണ്. ഞാൻ ഈ വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കറുത്ത നിറം മാറ്റി വെളുത്ത നിറം കൊണ്ടുവരാമെന്നല്ല കേട്ടോ. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്കിന്നുണ്ടല്ലോ, ഡള്ളായി പോയിട്ട് നമ്മൾ വെയിലേറ്റിട്ട് കരിവാളിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അടിപൊളിയാണ് കേട്ടോ, ഇത് പറയാതിരിക്കാൻ വയ്യ, അത്രമാത്രം സൂപ്പറാണ്. ഇനി നമുക്കിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പാല് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. ചന്ദനം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചന്ദനവും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും, ഈ രണ്ട് സംഭവം അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിത് റോസ് വാട്ടർ യൂസ് ചെയ്താൽ എത്രമാത്രം മോയ്സ്ചറൈസിങ് ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഇനി അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അത് നമ്മുടെ റോസ് വാട്ടറിനെയും പച്ചവെള്ളത്തിനേക്കാളും ഇച്ചിരിയും കൂടെ ഹൈഡ്രേഷൻ, മോയ്സ്ചറൈസേഷൻ എക്സ്ട്രാ തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പാലും തൈരും പറ്റാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തപ്പോൾ കുറച്ച് പാല് കൂടിപ്പോയി. അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം എല്ലാം ഒലിച്ചു പോകും, നന്നായിട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് നന്നായിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ. നിങ്ങളിത് അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനി ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ചേർത്ത് കൊടുത്ത ആ കുറച്ച് മാത്രമല്ലേ, അത് പോരാതെ തോന്നിയിട്ട് വീണ്ടും ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം. പാല് യൂസ് ചെയ്തത് കൊണ്ട് അത് ആഡ് ചെയ്തില്ലോ, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം നമ്മളിത് നന്നായിട്ട് അരിപ്പൊടിയും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ നമ്മുടെ പാക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത്
ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതൊരു 2 മിനിറ്റ് വെച്ചിരുന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വേറെ ഒന്നും കണ്ടില്ല, എല്ലാ പാക്കും ഇതുപോലെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന പോലെയും, കാര്യം എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണല്ലോ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം തന്നെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു 2 മിനിറ്റോ 5 മിനിറ്റെങ്കിലും വച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രസമായിരിക്കും, നല്ല സോഫ്റ്റായിട്ട് കുതിർന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലർ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നോർമലി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും, വളരെ സോഫ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. മഞ്ഞളിട്ടത് കൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള തിളക്കം, സ്കിന്നിന് നല്ല തിളക്കം, ഷൈനിങ് ഒക്കെ കിട്ടാനും ഗ്ലോ കൂട്ടാനും സഹായിക്കും. നമുക്ക് ഇപ്പം നിറം എന്നതിനുപരി നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടായിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ മാറിക്കിട്ടണം. സൺ ടാൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നാച്ചുറലി അങ്ങ് തിളങ്ങാനായിട്ട് തുടങ്ങും. അതോടൊപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ടതൊക്കെ വാരി കഴിക്കുക എന്നുള്ളതല്ല. നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓവർ ഷുഗറി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാണ്ട്, ഒരുപാട് ഓയിലുള്ള സാധനങ്ങൾ കഴിക്കാണ്ട്, ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഫ്രൂട്ട്സ്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ, ഹെൽത്തി ആയിട്ട് ഹോംലി ഫുഡ് ഉണ്ടല്ലോ അത് നിങ്ങൾ കഴിച്ചു തുടങ്ങുക. നിങ്ങൾ ആ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ അത്രമാത്രം ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി കല്യാണമൊക്കെ വരാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ബ്രൈഡൽ ഒരു ഫേസ് പാക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ ഒരു കല്യാണത്തിൻ്റെ ഒരു 6 മാസം മുന്നേ എങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിറയെ ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, നമ്മൾ ഹോംലി ഫുഡ് ഉണ്ടല്ലോ അത് കൂടുതലായിട്ടും കഴിക്കുക. എന്നിട്ട് നമ്മുടെ മാക്സിമം പുറത്തുള്ള ഫുഡ് കട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിലോ വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം കഴിക്കുക. അല്ലാത്തപ്പോൾ ഒരിക്കലും നിങ്ങൾ പുറത്തുള്ള ഫുഡ്, ബിരിയാണി, ചിക്കനൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. പക്ഷേ നിങ്ങളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലോണം കിടന്ന് ഉറങ്ങുക. ഒരു ടെൻഷനും എടുക്കരുത്. മാക്സിമം ടെൻഷന് ദൂരെ മാറ്റി വയ്ക്കുക. ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സ്കിന്ന് അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും അതിനപ്പുറത്ത് നിങ്ങളുടെ ഫേസിൽ എപ്പോഴും ഒരു സന്തോഷം, ഒരു ഹെൽത്ത്, ഒരു പ്രസരിപ്പൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അൺഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലത് അറിയാനായിട്ട് പറ്റില്ലേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു പാക്കൊക്കെ ഇട്ട് സ്കിൻ നന്നായിട്ട് റെജുവിനേറ്റായി, സപ്പിളായി, സോഫ്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മേക്കപ്പോ ഒരുപാട് ക്രീംസ്, ഒരുപാട് ഫേഷ്യലോ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവത്തില്ല. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നവരാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവും. പിന്നെ അതിനെ മറ്റേ പാർലറിൽ കൊണ്ടുപോയിട്ട് കുത്തിപ്പൊട്ടിക്കുക, കോല് പോലത്തെ സാധനം കിട്ടത്തില്ലേ. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ കുറേ സമയം നമുക്ക് ഇത് കോല് പോലത്തെ സാധനം വെച്ചിട്ട് കുത്തി പൊട്ടിച്ച് എടുക്കേണ്ടിയൊക്കെ വരും. അതൊന്നും വേണ്ട. നമ്മൾ നന്നായിട്ടൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യാണ്, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറിക്കോളും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. എനിക്ക് ഒട്ടും സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിൽ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ സമാധാനമായിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് സ്കിൻ കെയർ ഒക്കെ കറക്റ്റായിട്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റാതെ പോകാറൊക്കെ ഉണ്ട്, അതൊന്നുമല്ല. പക്ഷെ കറക്റ്റായിട്ട് എന്ന് ചെയ്ത് തുടങ്ങിയോ അന്ന് മുതൽ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അത്രയും പ്രോബ്ലം ഒന്നും എനിക്കില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് വേണ്ട, നമ്മൾ ക്ലീനാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ വല്ലതോ സ്ക്രബ് ചെയ്തിട്ട് പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒരുപാട് അങ്ങനെ വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടോ, ഞാനിവിടെ നമ്മുടെ മോയ്സ്ചറൈസറും ഇട്ടിട്ട്, നമ്മുടെ നമ്മുടെ ഫേസ് പാക്ക് ഇട്ടിട്ട് പിന്നെ മോയ്സ്ചറൈസറും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്ന് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കംപ്ലീറ്റ് ഫേസ് പാക്ക്. നല്ല രീതിയിൽ സ്കിൻ വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാജുവലി അതൊക്കെ റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പാടുകൾ വീണ്ടും വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുക, നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പ്രശ്നം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഹോം റെമഡീസ് ആണോ അതോ നിങ്ങൾ ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണോ എന്നുള്ളത് നിങ്ങൾ
ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.